അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഒരു ചോദ്യവും 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഓപ്ഷന്റെ നേരെയുള്ള ബോക്സിലാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഖാഫ് എന്നതിലെ മദ്. ഓപ്ഷൻസ് നോക്കൂ. ലീൻ, ലാസിം, ആരിൽ. അതിന്റെ ശരി ഉത്തരം ഏതാണ്? ലാസിം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഹുറൂഫുൽ മുഖത്ത വരുന്ന സൂറത്തുകൾ. ഓപ്ഷൻസ് 29, 14, 15. ഹുറൂഫുൽ മുഖത്ത വരുന്നത് 29 സൂറത്തുകളിലാണ്. അപ്പോൾ ശരി ഉത്തരം 29. മൂന്നാമത്തെ ചോദ്യം, ഫത്ഹു തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ നീട്ടേണ്ടത്. ഓപ്ഷൻസ്: 1 അലിഫിന്റെ ഖദർ, 1 ഹറക്കത്തിന്റെ ഖദർ, 2 അലിഫിന്റെ ഖദർ. ശരി ഉത്തരം 1 അലിഫിന്റെ ഖദർ. നാലാമത്തെ ചോദ്യം, മദ്ദുൽ ലാസിമുൽ ഹർഫിയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻസ്: അൽ മലായിക, ഐൻ, സീൻ, ഖാഫ്, വസ്സാഫാത്ത്. ശരി ഉത്തരം ഐൻ, സീൻ, ഖാഫ്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. ഖുർആനിൽ സക്തയുള്ള സ്ഥലം. ഓപ്ഷൻസ്: 4, 5, 3. ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് നമ്മൾ സക്ത ചെയ്യേണ്ടത്. അപ്പോൾ 4. ആറാമത്തെ ചോദ്യം, മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നാൽ ഉണ്ടാകുന്ന മദ്. ഓപ്ഷൻസ്: ലാസിം, മുൻഫസിൽ, മുത്തസിൽ. ശരി ഉത്തരം മുത്തസിൽ. അടുത്ത പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. ഇപ്പുറത്ത് നമുക്ക് മദ്ദുകളുടെ പേരും അപ്പുറത്ത് അതിനുള്ള ഉദാഹരണങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ഉദാഹരണത്തിന്റെ നേരെയുള്ള ലെറ്റർ ആണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. നോക്കൂ. 7 മദ്ദുൽ മുത്തസിൽ, 8 മദ്ദുൽ മുൻഫസിൽ, 9 മദ്ദുൽ ലാസിം, 10 മദ്ദുൽ ഗാരിൽ, 11 മദ്ദുൽ ലീൻ. ഇപ്പുറത്ത് നോക്കൂ. എ വസ്വൈഫ്, ബി ഇല്ലൽ മുതഹറൂൻ, സി അത്വാഅ, ഡി ലാ ഉഖ്സിമു, ഇ വലല്ലാലീൻ. അപ്പോൾ ഓരോന്നിനും ശരിയായ ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ അവിടെ എടുത്ത് എഴുതേണ്ടത്. നോക്കൂ. മദ്ദുൽ മുത്തസിൽ, അതിന് ശരിയായത് സി അത്വാഅ. 8 മദ്ദുൽ മുൻഫസിൽ, അതിന് ശരിയായത് ഡി ലാ ഉഖ്സിമു. 9 മദ്ദുൽ ലാസിം, അതിന് ശരിയായത് ഇ വലല്ലാലീൻ. മദ്ദുൽ ഗാരിൽ, അതിന് ശരിയായത് ബി ഇല്ലൽ മുതഹറൂൻ. മദ്ദുൽ ലീൻ, അതിന് ശരിയായത് എ വസ്വൈഫ്. അപ്പോൾ ഓരോന്നിനും യോജിച്ച ലെറ്റർ കൂട്ടുകാർ കറക്റ്റ് ആയിട്ട് അവിടെ എടുത്തെഴുതുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത പ്രവർത്തനം നോക്കൂ. പൂരിപ്പിക്കുക. 12 ഫത്തഹിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവിനും യാഇനും ഡേഷ് എന്ന് പറയുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ലീനക്ഷരം. 13 ഖാഫ്, ഹ, യാ, ഗൈൻ, സ്വാദ് എന്നതിൽ ഡേഷ് ലാസിമായ മദ്ദുകളുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 3. 14 മദ്ദു ആരിലിനെ ഡേഷ് അലിഫിന്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 3. 15 താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഡേഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹാ. 16 ഹാ ഉ തഅനീസ് ചേർത്തി ഓതുമ്പോൾ ഡേഷിന്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹറക്കത്ത് നൽകി താഇന്റെ. 17 വക്കീലമൻ റാഖ് എന്ന സക്തയുള്ള ആയത്ത് ഡേഷ് സൂറത്തിലാണുള്ളത്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഖിയാമ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 ത്വാ മർബൂത്തയുടെ മറ്റൊരു പേര്. ഉത്തരം ഹാ ഉ തഅനീസ്. 19 സക്തയുടെ അടയാളം എന്ത്? അതിന്റെ ഉത്തരം ആയത്തുകളുടെ മുകളിൽ കാണുന്ന സീൻ എന്ന അടയാളം. 20 മദ്ദുൽ ലാസിം എത്ര അലിഫിന്റെ ഖദർ നീട്ടൽ നിർബന്ധമാണ്? ഉത്തരം 3 അലിഫിന്റെ ഖദർ. 21 മദ്ദക്ഷരത്തിനു ശേഷം വഖഫിന്റെ കാരണത്താൽ ലഭിക്കുന്ന സുക്കൂനിന് പറയപ്പെടുന്ന പേര്.
ഉത്തരം മദ്ദുൽ ഗാരിദ്. 22 ലിഈലാഫി ഖുറൈഷ്. ഇതിലെ ഖുറൈഷ് എന്നതിലെ മദ്. ഉത്തരം മദ്ദുല്ലീൻ. 23 താ ഉൽ മജ്റൂറ എഴുതേണ്ട രൂപം. ഉത്തരം താ. അടുത്ത പ്രവർത്തനം നോക്കൂ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 ഹുറൂഫുൽ മുഖത്തവ എന്ന് പറയുന്നത് എന്തിനെയാണ്? ഉത്തരം സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്തവ എന്ന് പറയുന്നത്. 25 മദ്ദുൽ ഗാരിദ് എന്നാൽ എന്ത്? ഉത്തരം മദ്ദക്ഷരത്തിനു ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിനാണ് മദ്ദുൽ ഗാരിദ് എന്ന് പറയുന്നത്. 26 സക്ത ചെയ്യേണ്ടതെങ്ങനെ? ഉത്തരം സക്തയുടെ സ്ഥലങ്ങളിലെല്ലാം ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങണം. 27 മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഉത്തരം മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ മുൻഫസിൽ. 28 ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങൾ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ത്? ഉത്തരം ഹംസയുടെ മുമ്പ് അലിഫുള്ള പദങ്ങളിൽ ഹംസയ്ക്കു ശേഷം അലിഫ് എഴുതാറില്ല. 29 അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം അസ്ലിയായ മദ്ദിന്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിന്റെയോ ഹാഇന്റെയോ ശബ്ദം വരരുത്. വല്ലാതെ നീളുന്നതും ഒഴിവാക്കണം. 30 മദ്ദുൽ ലാസിമുൽ കലിമിയ്യ് എന്നാൽ എന്ത്? ഉത്തരം വലല്ലാലീൻ വസ്സാഫാത്ത് പോലെ കലിമത്തുകളിൽ വരുന്ന മദ്ദുൽ ലാസിമിനാണ് മദ്ദുൽ ലാസിമിൽ കലിമിയ്യ് എന്ന് പറയുന്നത്. 31 യോജിച്ച ഉദാഹരണങ്ങൾ ചേർത്തെഴുതുക. ഇവിടെ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ മദ്ദുകളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ശരിയായ ഉദാഹരണം നമ്മൾ ആ മദ്ദുകളുടെ നേരെ എഴുതണം. ഉദാഹരണം നോക്കൂ. അലിഫ് ലാം മീം റാ. അടുത്തത് അൽ ഹാഖ. അടുത്തത് ഖൗഫ്. അടുത്തത് അൽ മലായിക. അപ്പോൾ ഓരോന്നിനും ശരിയായ ആ ഉദാഹരണം നമ്മൾക്ക് എടുത്തെഴുതാം. മദ്ദുല്ലീൻ അതിന് ശരിയായത് ഖൗഫ്. അടുത്തത് മദ്ദുൽ മുത്തസിൽ അതിന് ശരിയായത് അൽ മലായിക. മദ്ദുൽ ലാസിമിൽ കലിമിയ്യ് അതിന് ശരിയായത് അൽ ഹാഖ. മദ്ദുൽ ലാസിമുൽ ഹർഫിയ്യ് അതിന് ശരിയായത് അലിഫ് ലാം മീം റാ. കൂട്ടുകാരെ കറക്റ്റായിട്ട് അതവിടെ എടുത്തെഴുതുക. 32ാമത്തെ ചോദ്യം നോക്കൂ. ഓതേണ്ട രൂപം എഴുതുക. അവിടെ എഴുതേണ്ടത് അലിഫ് ലാം മീം റാ. അടുത്തത് ഐൻ സീൻ ഖാഫ്. അടുത്തത് കാഫ് ഹ യാ ഐൻ സ്വാദ്. അടുത്തത് ത്വാ സീൻ മീം. കൂട്ടുകാർ കറക്റ്റായിട്ട് അത് നോക്കി എഴുതുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.